ഗൈസ്, അപ്പോൾ ഏജൻ്റെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് FC മൊബൈലാണ് കളിക്കാൻ പോകുന്നത്. എനിക്ക് ഓൾറെഡി ഒരു FC മൊബൈൽ അക്കൗണ്ട് ഉണ്ട്. പേര് AJ ക്രേസി എന്നാണ്. ഓവർ 123, ലെവൽ 32. അപ്പോൾ എൻ്റെ ടീമിനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ടീം. സംഭവം 123 ഓവറായത് എങ്ങനെയാണ് വെച്ചാണ്ടല്ലോ, ഞാൻ ഓട്ടോ ബിൽഡില്ലേ അത് കൊടുത്തിട്ട് സബൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ 120, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ എൻ്റെ റൈറ്റ് വിങ് ചെറുക്കിയായിരുന്നു, മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇവൻറ്റ് കളിച്ചിട്ട് കിട്ടുന്നില്ല, അതായിരുന്നു. അവനെ മറ്റേ ഒലീസിനെ വെച്ചു, എന്നിട്ട് സബ് മാറ്റിയപ്പോഴാണ് 123 ആയത് സംഭവം. അപ്പോൾ എൻ്റെ ടീം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 5-ൽ എത്ര തരും ഓക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കേരള ബ്ലാസ്റ്റേഴ്സാണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റേ ഡിവിഷൻ റൈവൽസിൻ്റെ ഇതിൽ പോയി നോക്കി വെച്ചാൽ ഹെഡ് ടു ഹെഡിൽ ലെജൻഡറി 3 ആണ്, വേഴ്സസ് അറ്റാക്കിൽ ലെജൻഡറി 5. മാനേജർ മോഡൊന്നും അധികം കളിക്കുകയില്ല, കാരണം ഒരു അങ്ങനെ പിന്നെ ഈ രണ്ടാൾക്കാരില്ലേ കാണിച്ചുതരാം. ഇവർ രണ്ടുപേരും മറ്റേ ഫുട്ബോൾ സെൻറ്റർ ഇല്ലേ കാണിച്ചത്, മറ്റേ ഇത് കണ്ടില്ലേ, ഈ ഫുട്ബോൾ സെൻറ്ററിൽ ഇങ്ങനെ കളിച്ചിട്ട് റിവാർഡ്സിൽ പോയിട്ട് ഈ ടോക്കൺ കൊടുത്താൽ എന്താണ് 120, 122 ആൾക്കാരിനുള്ളത് കിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ കളിയുണ്ട് ഇന്ന്, മറ്റേ കോമോ അങ്ങനെ ഒരില്ലേ കാണിച്ചതാ, ഇവരുടെ കളിയുണ്ട് ഇന്ന്. ഈ കോമോയും പിന്നെന്താണ് ഉഡിനസ് ക്യാച്ച്, അങ്ങനെ അവരുടെ കളിയുണ്ട്. അതിൽ ഇപ്പോൾ കോമോ ജയിച്ചു വെച്ചാൽ അയാളുടെ ഓവർ 113 ആവും, അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ എൻ്റെ ബാഡ്ജസ് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, ഇതൊക്കെയാണ് ചാമ്പ്യൻസിൻ്റെ ലെവൽ 4 ആയതിൻ്റെ, വേൾഡ് ഗെയിമിൻ്റെ ഒക്കെ ലെവൽ 1 തന്നെയാണ്. പിന്നെ കിക്ക് ഓഫിൻ്റെ അടുത്തുണ്ട് ഞാൻ ഒരു ഇതെല്ലാം, അപ്പോൾ കിക്ക് ഓഫിൻ്റെ അടുത്ത് അതാകുമ്പോൾ 200 ഡയമണ്ട് കൊടുത്താൽ പെട്ടെന്ന് ലെവൽ കൂടിയില്ല, അപ്പോൾ അത് ലെവൽ 3 ആണ്. അത് ലെവൽ 3 വരെ ഉള്ളൂ തോന്നുന്നു. ഇത് ലെവൽ 5 വരെ ഉണ്ട്, എൻ്റെ ലെവൽ 4 ആണ്. നമുക്ക് നല്ല അടിപൊളി ടീമായിട്ടുണ്ട് തോന്നൂല്ലേ. പോരാത്തതിന് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ F2P പ്ലെയറാണ്. ഓക്കെ, ഞാൻ F2P പ്ലെയറാണ്. അപ്പോൾ വിചാരിക്കും അതിൽ വലിയ കാര്യമൊന്നുമില്ല തോന്നുന്നു, അത് ശരിയാണ്. എൻ്റെ ഇത് 4-3-3 അറ്റാക്കാണ്. ഓക്കെ, പിന്നെ എൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞ ഇവനാണ്, ക്ലോസ് ഇല്ലേ, അതെ. സൂയർ കാണുന്ന പോലെ ഇല്ല, നല്ല സേവാണ് ചെക്കെ. പിന്നെ ഇപ്പോൾ എക്സ്ട്രാ ടൈമൊക്കെ തടഞ്ഞു നിൽക്കണം, എന്താണാവോ അതൊന്നും ഞാനെടുത്ത് നോക്കുകയില്ല. എക്സ്ട്രാ ടൈം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു തേങ്ങ അറിയില്ലെങ്കിലും വെറുതെ നെക്കി വിടാം, അത്രേ ഉള്ളൂ. ശരിയാവുകയാണെങ്കിൽ ശരിയാവും, തെറ്റാവുകയാണെങ്കിൽ തെറ്റാവും, അത്രേ ഉള്ളൂ. വെറുതെ നെക്കി വിടണം. ഇന്ത്യ ശരി, വെറുതെ നെക്കി കിട്ടാൽ മതി. ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ, തെറ്റാണെങ്കിൽ തെറ്റാവട്ടെ. അതുപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നെക്കി വിട്ടാൽ മതി, എല്ലാം അറിയണമെന്നൊന്നുമില്ല. ശരിയാവുകയാണെങ്കിൽ ശരിയാവും, തെറ്റാവുകയാണെങ്കിൽ തെറ്റാവും. ഇതേ കാണിച്ചു ഇവൻസിൽ പോയ അല്ല എക്സ്ട്രാ ഓഫേഴ്സിൽ പോയ ഒരു അങ്ങനെയൊക്കെ. ഇപ്പോൾ നമുക്കില്ലേ മറ്റേ പോകണം, ലിവർപൂളിൻ്റെ ഇതൊന്ന് പോയി കളിച്ചു നോക്കാം നമുക്ക്. ഞാനില്ലേ ഇപ്പോൾ ലിവർപൂളിൻ്റെ ഒരു മാച്ച് കളിച്ചതിന് ഇനി അടുത്ത് ട്രെയിനിങ് ആണ് കേട്ടോ. ട്രെയിനിങ് ഒന്ന് കളിക്കാം നമുക്കപ്പോൾ. പിന്നെ ഞാനില്ലേ നല്ല പ്ലേയേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല പ്ലേയേഴ്സിനെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യുക, ഡ്രാഫ്റ്റ് വൗച്ചറില്ല അത് കൊടുത്തിട്ട് ചെയ്യില്ല. എനിക്ക് 3000 ഡയമണ്ട് ആകുമ്പോൾ ആ ഡയമണ്ട് കൊടുത്തിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ നല്ല പ്ലേയേഴ്സ്, അങ്ങനെയാണ് എനിക്ക് അതിൽ കുറച്ച് നല്ല പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുള്ളത്. പിന്നെ 10 ഡ്രാഫ്റ്റ് ഒന്നും നമുക്ക് പറ്റിയതല്ല, എന്നൊക്കെ നിറയെ 10 ഡ്രാഫ്റ്റ് വൗച്ചർ വേണം, നമുക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും 3000 ഡയമണ്ട് ആകുമ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യും, ഏതെങ്കിലും നല്ല പ്ലേയേഴ്സിനെ കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് അങ്ങനെ ചെയ്ത് നോക്കുക, അത് വർക്കാവുന്നുണ്ടെങ്കിൽ ഒന്ന്, ഇല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ആവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുക. ഓക്കെ, ആ ചലഞ്ച് കഴിഞ്ഞുണ്ട്. ഇനി അടുത്തത് ഒരു മാച്ചാണ്. ഓക്കെ, നമുക്ക് മാച്ച് കളിക്കാം. ഷാർട്ട്സ് 200 കിട്ടും. ഓക്കെ, ഗെയിം ചേഞ്ചറിൻ്റെ ഒന്നും മനസ്സിലാവുന്നില്ല.
വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ മാച്ച് കളിക്കണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി കേട്ടാ. ഞാൻ അത്രയ്ക്ക് പ്രോ ഒന്നുമല്ല, ഊളയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വെറുതെ ഒന്ന് കളിക്കണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടോ, എന്നിട്ട് നമുക്ക് മാച്ച് കളിക്കാം. ഓക്കെ ഓക്കെ. ഇൻഡീസ്, പോലീസ്, വാൾവെർഡെ. അതാ നൈഫ് ശരിക്ക്. ഓക്കെ, എതിർ ടീമിൻ്റെ ഒന്നും നോക്കിയില്ല. അതിൻ്റെ എത്ര ഓവിയർ അവൻ്റെ. ഓക്കെ, ഗബ്രിയൽ സാറേൻ്റെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. സാറ ഇതിൻ്റെ കൂടെയൊക്കെ കളിക്കാൻ നല്ല സിമ്പിളാണ്. ആ വേറെയൊക്കെ ഇതുണ്ട്, മറ്റേ ഹെഡ് ടു ഹെഡിൽ ലെജൻഡറി 3 ആയത് തന്നെ എന്തോ പറഞ്ഞിട്ടാണ്. അതായത് ലെജൻഡറി 4 ആവണു 2 സ്റ്റാർസ് കിട്ടണു. ആ ഒരെണ്ണം കൂടി കിട്ടിയ ലെജൻഡറി 3 ആയി. ഒരെണ്ണം കൂടി കളിക്കുമ്പോൾ തോക്കണു, സ്റ്റാർ പോകണു. ആഹാ, ഇത് വീണ്ടും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കളിച്ചിട്ടാണ് ലെജൻഡറി 3 ആക്കിയത്. ഓക്കെ, അത് വിചാരിക്കുന്നുണ്ടാവും എന്താ പേടിക്കുന്നത് കിട്ടാ. നമുക്ക് അങ്ങോട്ട് കൊടുക്കാം, അങ്ങോട്ട്. ഇതിൽ ഊളയാണെങ്കിലും വെറുതെ ഇങ്ങനെ വാഴ കാണിക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനെ പിന്നെയൊക്കെ വേണമെങ്കിൽ വെട്ടിച്ച് എത്ര ഗോളടിക്കാം, എന്നാലും വെറുതെ ഒരു സുഖത്തിന് ഇങ്ങനെ. ഇവിടെ നിന്ന് അടിച്ചു നോക്കിയാലോ, പോവാ നോക്കാം. എന്താ പറയ, അതാ ഞാൻ പറഞ്ഞില്ല എൻ്റെയൊക്കെ ഊളക്കളിയാണ്. നമ്മളൊന്നും പ്രോയല്ല, നമ്മളൊക്കെ ഊളക്കളിയാണ് വെറുതെ. നമുക്ക് എന്നാലും അവിടെ നിന്ന് അടിച്ചു നോക്കാം വെറുതെ. ബെസ്റ്റ് കണ്ട, അത്രയ്ക്ക് സിമ്പിളായിട്ടൊക്കെ ഇവൻ്റെ നിന്ന് ഗോൾ അടിക്കാം. എന്നാലും വെറുതെ ഇങ്ങനെയൊക്കെ കളിപ്പിക്കണതൊരു ഇതാണല്ലേ. അങ്ങനെ ഇതൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 തന്നെ അടിക്കറ. ബെസ്റ്റ് വാൾവെർഡെ. ഓക്കെ, അതാ എന്താ പറയുക, കളി ഇപ്പോൾ 2-0 ആയിട്ടുള്ളൂ. വേണമെങ്കിൽ ഇതിലൊക്കെ കുറേ ഗോൾ അടിക്കാം, വെറുതെ ഇനി എനിക്ക് വാൾവെർഡേനെ കിട്ടിയത് അതുപോലെ ചെയ്തിട്ടാണ്. ഞാൻ കുറേ ഡ്രാഫ്റ്റ് ഓപ്ഷറൊക്കെ കളഞ്ഞു, എനിക്ക് നല്ല ഒരു വാക്കൗട്ട് പോലും വരുന്നില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 3000 ഡയമണ്ട് കിട്ടിയപ്പോൾ ആ ഡയമണ്ട് കൊണ്ട് കൊടുത്തു നോക്കിയപ്പോൾ വാൾവെർഡേനെ കിട്ടി എനിക്ക്. വെറുതെ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. 2 പേര് ഫാനായി. ഞാൻ എന്തിനത് എനിക്കിങ്ങനെ ആക്രാൻ തോന്നും. ഇങ്ങനെ ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് അത് കാണാനുള്ള ഇതൊന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചുകൂടി തന്നെ. ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഫസ്റ്റ് ന്യൂ ഇയർ ആൾ കാണുന്ന പോലെയൊന്നുമല്ലെന്ന്. എന്താണ് എപ്പോഴും എനിക്ക് 122 ഓവർ ആയിരിക്കുമ്പോൾ 124 ഓവറുള്ള ആളുടെ കൂടെ ഹെഡ് ടു ഹെഡ് മാച്ച് വന്നു. അത് എനിക്കില്ലേ വേൾഡ് ക്ലാസ് 1 കഴിഞ്ഞു, ലെജൻഡറി ആവാനുള്ള കളിയായിരുന്നു. 124 ഓവറുള്ള എതിർ ടീം വന്നു. ഞാൻ വട്ടത്തിലായി. പിന്നെ ഒരുത്തൻ മറ്റേ ഡെൽപെയറും അല്ലേ ക്യാമ 39 ഇത് എടുത്ത് കിട്ടണത്, അവനെ കൊണ്ട് ഒരൊറ്റ ഷൂട്ട്. ന്യൂ ഇയർ എന്താണ് നല്ല തടുക്കൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പോൾ ഗ്രാനിയൊക്കെ വിട്ടോന്ന്. ഗ്രാനിയൊക്കെ അൺഇൻസ്റ്റാൾ ആയിപ്പോയി ഗൈസ്. പിന്നെ എനിക്ക് ഇന്ന് ഒരാളുടെ കൂടെ കളിച്ചപ്പോൾ അയാളുടെ കൂടെ ഞാൻ തോറ്റു. എത്രയായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം. അയാളുടെ കൂടെ തോറ്റിട്ട് അയാളെനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടു. എന്നിട്ട് പുതിയ ഫ്രണ്ടിനെ കിട്ടി. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കണവരോ അല്ലെങ്കിൽ എൻ്റെ ഏട്ടന്മാരോ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ പിന്നെ ഒരു പൊട്ടത്തരം കാണിച്ചു. മറ്റേ ചാമ്പ്യൻസ് ഇവൻസിൻ്റെ ഇതില്ലേ, അത് ഞാൻ പെട്ടെന്ന് ഉറക്കമപ്പിൽ എണീച്ചിട്ട് എടുത്തതാണ് കേട്ടാ. ഞാൻ ആ പ്ലെയേഴ്സിന് മുഴുവനും കിട്ടും പറഞ്ഞിട്ട് വേറെ ഒന്ന് കൊടുത്തിരിക്കും. എനിക്ക് ആവശ്യമുള്ളത് സെൻറ്റർ മീറ്റ് ആയിരുന്നു.
എന്നാൽ ഞാൻ എല്ലാവരിനും കിട്ടും പറഞ്ഞിട്ട് വേറൊന്ന് കൊടുത്തിരിക്കുക. വട്ടത്തിലായി. അത് ഉറക്കമുപ്പിൽ എണീച്ചിട്ടായിരുന്നേ. ഈ സ്റ്റേഡിയവും ഈ ഇതൊക്കെ നല്ല അടിപൊളിയുണ്ട്. അങ്കർ ഡേവീസ് ഓക്കെ 1-1 ചടിക്കോ. ന്യൂ ഇയറിൻ്റെ പിന്നെ പ്ലേ സ്റ്റൈല് ബുള്ളറ്റ് പാസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് പാസ് കൊടുക്കുക. അങ്ങനെ മനസ്സിലായി, കണ്ടില്ലേ? ഷോട്ട് പോയില്ല. പിന്നെ മറ്റേതില്ലേ, എന്താണ് 200 ഡ്രാഫ്റ്റ് വൗച്ചറൊക്കെ കിട്ടണതുണ്ടായില്ല. അപ്പോഴൊന്നും ഞാൻ ഉണ്ടായിരുന്നേ ഇല്ല. പിന്നെ അലക്സ് ബൈനെ അവന് ഫ്രീ ആയി കൊടുക്കില്ലേ, അപ്പോഴൊന്നും ഞാൻ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ ആദ്യം കളിക്കണ്ടായിരുന്നു 3ാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പം ഞാൻ 5ലാണ് കേട്ടോ. ആദ്യം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ അത് കളിക്കണ്ടായിരുന്നു. അപ്പോഴൊക്കെ 110 ഓവറാക്കില്ലേ, ആ സമയമായിരുന്നു കേട്ടോ. VCFC RKRDക്കൊക്കെ 110 ഓവറൊക്കെ ആയിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചിട്ടില്ല. അത് F2P തന്നെ. അപ്പോഴും കഷ്ടപ്പെട്ട് കളിച്ചിട്ടില്ലേ. പറയാം, കളിച്ചിട്ട് 109 ഓവറാക്കി. അന്ന് അപ്പോഴേക്കും ഡിലീറ്റാക്കി വിട്ടു. ഞാനാണെങ്കിൽ സൈൻ ഇൻ ചെയ്തിട്ടുമില്ല. എന്നിട്ട് വീണ്ടും കയറ്റിയിട്ട് അത് പകുതി എത്തിയപ്പോഴേക്കും വീണ്ടും ഡിലീറ്റാക്കി. എന്നിട്ട് ഇപ്പോഴാണ് കയറ്റുന്നത്. ഇപ്പോൾ കയറ്റിയിട്ടാണ് എൻ്റെ 123 ഓവറായത്. ഇതിപ്പോൾ അലക്സ് ബൈനേനെ എടുക്കണ സമയത്തുണ്ടെങ്കിൽ എൻ്റെ ഓവർ ഇപ്പോൾ 124 ആയിട്ടുണ്ടാവും. 2 ഗോൾ അടിച്ചാ അത് നേരത്തെ ഒരു ഗോൾ മിസ്സായിറാ. പോലീസിൻ്റെയിലാണ് ലൈൻ ചേഞ്ച് ഉള്ളത്. ഇൽഡീസ് പിന്നെ ട്രിക്സ്റ്റർ ആയതുകൊണ്ട് ഒരു സീനും ഇല്ല. ഇതെന്താ ഗോളിയൊക്കെ ലാഗാവണ പോലെ അങ്ങനെ ഒന്നായി. ഓക്കെ ഓഫ് സൈഡ് ആവല്ലേ? ഇല്ല. എന്തൊക്കെയാറാ നടക്കണേ. ഓക്കെ പിന്നെ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പോൾ ഓണാവധിക്ക് എങ്ങനെ പോവുമെന്തോ. ഓണാവധിക്ക് ഓക്കെ വാൾവേർഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ മകനാണ്. സോളോ റണ്ണ് അടിച്ച് ഗോൾ. ഇവന് ഞാൻ ഷാർട്ട്സ് കൊടുത്ത് വാങ്ങിയതാണ്, അല്ലാണ്ട് എനിക്ക് കിട്ടിയതല്ല. ഞാൻ ഷാർട്ട്സ് കൊടുത്ത് വാങ്ങി. എൻ്റെ കയ്യിൽ ആദ്യം CM ഇല്ലേ, സെൻട്രൽ മിറ്റ്, അത് വിത്തിനായിരുന്നു. പിന്നെ ഞാൻ അതിന് മാറ്റി ഷാർട്ട്സ് കൊടുത്ത് വാങ്ങി. അപ്പോൾ 4-1 നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ലിവർപൂളിൻ്റെ അത് കഴിഞ്ഞാ സെമി പ്രോ ആയിരുന്നു ഡിഫിക്കൽട്ടി. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നവംബറും ജനുവരി. അത് ഇനി ഈ ഡ്രസ്സാണ് ഇതിലേക്ക് കിട്ടുക. ഞാൻ കാണിച്ചത് മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ എല്ലാതും ഞാൻ കംപ്ലീറ്റ് ആക്കി. എന്താ ഇത് ജേഴ്സിയൊക്കെ കിട്ടി. ഇതിലൊക്കെ നിറയെ റിവാർഡ്സ് കിട്ടും കേട്ടോ. 5000 ഡയമണ്ട് അതൊക്കെ കിട്ടിയാലാവുമായിരുന്നു. ഇത് കളിച്ചാൽ 2 ഡ്രാഫ്റ്റ് വൗച്ചർ കിട്ടും. ഇത് ഗിഫ്റ്റ് കാണിച്ചത് ഇതാ. കോയിൻസ്, ഷാർട്ട്സ് 150 എണ്ണം, ഡയമണ്ട് 2000, ട്രെയിനിങ് ട്രാൻസ്ഫർ പോയിൻറ്റ് 300, റാങ്ക് പോയിൻറ്റ് 200. പിന്നെ ഇത് കളിച്ചിട്ടാണ് ഞാൻ ചെറുക്കീനെടുത്തത്. കാണിച്ചു തരാം. കണ്ട, ചെറുക്കീനെടുത്തിട്ടാണ് ഞാൻ റാങ്ക് അപ്പ് ചെയ്ത് 119 ആക്കി. എന്നിട്ട് മാറ്റി. ഇത് ഡ്രാഫ്റ്റ് വൗച്ചർ 1 കിട്ടും.
ട്രെയിനിങ് ട്രാൻസ്ഫർ പോയിന്റ് കിട്ടും. പിന്നെ ഇതെന്തായിരുന്നു റാങ്ക് അപ്പ് പോയിന്റ് കിട്ടും. ഇവിടെ എന്തായിരുന്നു ജെം 500 കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ടീമൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എല്ലാവരും റേറ്റ് ചെയ്യണം കമൻറ്റിൽ പോയിട്ട്. ആർക്കെങ്കിലും മാച്ച് കളിക്കണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, മെയിൽ ബോക്സിലുണ്ടാവുന്നുണ്ട് എക്സ്ട്രാ ടൈം ഗിഫ്റ്റ്. മറ്റേ സുനാപ്പിളിൻ്റെ ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. ഇതിലല്ലാതെ സോറി, ഇതിലല്ലേ ഇതിലല്ലേ അതുണ്ടാവുക. കേട്ടോ മറ്റേ അതാ ഇത് കണ്ട ഈ അടിയിൽ കണ്ടതും ഈ UID, അതാണ് എൻ്റെ UID. വേണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് മാച്ച് കളിച്ചു, അല്ലെങ്കിൽ AJ ക്രീസിന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓവർ 123, ടീം കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞോന്ന് അത് വേറെ കാര്യം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ടാർഗറ്റ് പറഞ്ഞാൽ 600 കേട്ടോ. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ടാർഗറ്റ് പറഞ്ഞാൽ 600 സബ്സ്ക്രൈബേഴ്സാണ്. ഇന്നത്തെ ലൈക്കിൻ്റെ അത് ടാർഗറ്റ് ഒന്നുമില്ല അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ബൈ.